ഒരു സ്വഹാബിയുടെ കയ്യിൽ പരിശുദ്ധമായ ഖുർആൻ ഇരിപ്പുണ്ട്. പ്രവാചകൻ പറഞ്ഞു സൂറത്തു തകാസുർ ഓതാൻ. പടച്ചവനെ സ്വഹാബി എവിടെന്ന് ഓതാൻ തുടങ്ങുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂല് കരയാൻ തുടങ്ങി. പ്രവാചകന്റെ കണ്ടടത്തിലൂടെ കണ്ണുനീര് ഒഴുകുകയാണ്. പടച്ചവനെ ബോധിക്കഴിഞ്ഞപ്പോ തന്റെ ചുറ്റുഭാഗത്തിരിക്കുന്ന സ്വഹാബികളോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സ്വഹാബാ എന്തേ നിങ്ങൾ കരയാത്തത്? എന്തേ നിങ്ങൾ കരയാത്തത്? കരച്ചല് വരുന്നില്ല നബിയേ, കരച്ചല് വരുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ രണ്ടാമതും പറഞ്ഞ സൂറത്ത് ഓതാൻ പിന്നെയും ഓതുകയാണ്. റസൂലുള്ള കരയുകയാ. താടിരോമത്തിലൂടെ കണ്ണുനീര് ഒഴുകുകയാണ്. പ്രവാചകന് കരയുന്നത് കണ്ടപ്പോ ചില സ്വഹാബികൾ കരഞ്ഞു, ചില സ്വഹാബികൾ കരഞ്ഞു, ചിലര് കരഞ്ഞില്ല. ഓതി തീർത്തു കഴിഞ്ഞപ്പോ പ്രവാചകൻ പിന്നെയും ചോദിക്കുന്നു, സ്വഹാബാ എന്തേ നിങ്ങൾ കരയാത്തത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ കരച്ചല് വരുന്നില്ല നബിയേ, കരച്ചല് വരുന്നില്ല നബിയേ. സ്വഹാബാ അഭിനയിക്ക് സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അഭിനയിക്ക്. കരച്ചല് വരുന്നില്ലേ, കരച്ചല് വരുന്നില്ലേ? കരയുന്നവരെ പോലെ അഭിനയിക്ക്. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന വാപ്പാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ സ്വർഗം കെട്ടണമെന്ന് ആഗ്രഹിക്കുന്ന പെങ്ങന്മാര്, സ്വർഗത്തിൽ പോകാനുള്ള ഒരു എളുപ്പവഴി പറയട്ടെ. സ്വർഗത്തിൽ പോകാനുള്ള എളുപ്പവഴി പറയട്ടെ. പാപം പൊറുക്കാനുള്ള വഴി പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തു തകാസുർ ഉണ്ടല്ലോ, വെറുതെ ഓതിയാ പോരാ. അല്ലാഹുമുത് തകാസുർ ഹത്താ സുറത്തുൽ മഖാബിർ. ഈ സൂറത്ത് വെറുതെ ഓതിയാ പോരാ. ഇതോതുമ്പോ കരയടേ, ഇതോതുമ്പോ കരയടേ. ഇല്ലെങ്കിൽ നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറബുന്നൽ ജഹീമ സുമ്മ ലതറബുന്നഹാ ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമ ഇദിൻ അനിൻ നഈം. ഈ സൂറത്ത് ഓതുമ്പോൾ നീ കരയണം. കരച്ചൽ വരുന്നില്ലേ, അഭിനയിക്ക്, നീ രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ, ഓതുവോ? പറയാൻ മടി. ഓതുവോ? ഉറക്കപ്പറ. ഓതുവോ? അഭിനയിക്കുവോ? സിനിമയിലല്ല, ജീവിതത്തിലല്ല, ഖുർആനിലെ ഈ സൂറത്ത് ഓതുമ്പോ കരയുന്നവനെ പോലെ അഭിനയിക്കണം. കരയാൻ നമ്മളെ കൊണ്ട് പറ്റൂല. ഈ സൂറത്ത് ഓതുന്ന സമയത്ത് ആത്മാർത്ഥമായി കരയാൻ നമ്മളെ കൊണ്ട് പറ്റൂല, പക്ഷെ അഭിനയിക്കാൻ പറ്റും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇനി പറ, അഭിനയിക്കുവോ? കൈപൊക്കിക്ക്. ഈ സൂറത്ത് ഓതുമെന്ന് നിയത്ത് ചെയ്യുന്നവര് കൈപൊക്ക്. കൈപൊക്കാത്തവനുള്ള ശിക്ഷ ഞാൻ ഇപ്പൊ പറയും. നെഞ്ചു പൊട്ട് നീ ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ പൊക്കിക്കോ. ഓതാമെന്ന നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ കൈവക്ക്. ദുആ ചെയ്യട്ടെ. അല്ലാഹുവേ, ആരെല്ലാം ഈ സദസ്സിലിരുന്നു കൊണ്ട് ഖുർആനിലെ 10 ആയത്തുള്ള ഒരു സൂറത്ത് ഓതാൻ പറഞ്ഞപ്പോ ഓതാമെന്ന് നിയ്യത്ത് ചെയ്യുന്നു, അല്ലാഹുവേ, ഈ കൈ പൊക്കിയവർക്ക് നീ ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ. ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ. വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഷഹീദിനെ പോലെ മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ ഉയർത്തിയ കൈകൊണ്ട് ഹൗദിൽ കൗസർ വാങ്ങിച്ചു കുടിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. നന്മ തിന്മ എഴുതിയ കിതാബ് വലത് കൈകൊണ്ട് വാങ്ങാൻ നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, മരിക്കുന്ന കാലം വരെ ആരുടെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. കൈ പൊക്കാത്ത മനുഷ്യന് നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാ. ആമീൻ പറ. അല്ലാഹു ഓന് ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. അവനെ ഞാൻ പറഞ്ഞില്ലേ,
ചില ആൾക്കാരുടെ ഹൃദയത്തിൽ അല്ല സീലടിച്ചു കഴിഞ്ഞു. സിറാജെ, നിന്നെക്കാളും വലിയ കൊലകൊമ്പന്മാര് നോക്കിയിട്ട് ഞാൻ അനങ്ങിയിട്ടില്ല. അതന്നെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഈ കൈപൊക്കിയവർക്ക് അല്ല തരുന്ന പ്രതിഫലം അറിയൂ? ഈ കൈപൊക്കിയവർക്ക് പടച്ചിറപ്പ് തരുന്ന പ്രതിഫലം അറിയുമോ? പഠിച്ചിട്ട് പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നീ മരിച്ചു കിടക്കുന്ന സമയത്ത് കാണും ഈ കൈപൊക്കിയതിൻ്റെ പ്രതിഫലം. ഈ കൈപൊക്കിയില്ലേ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്ത് ഞാൻ കരയുന്നവരെ പോലെ അഭിനയിച്ചിട്ട് ഓതുമെന്ന് തീരുമാനിച്ച നീ മരിച്ചു കിടക്കുമ്പോ നിന്റെ മുഖത്ത് കാണാം ഇതിന്റെ പ്രതിഫലം. മരിച്ചു കിടക്കുന്ന സമയത്ത് നിന്റെ മുഖത്ത് കാണും ഇതിന്റെ ഒരു സന്തോഷം. എന്തൊരു ഗ്ലാമർ ആയിരിക്കുമെന്നറിയോ നിനക്ക്? നിന്റെ മുഖത്തൊരു സന്തോഷം, ഒരു പ്രകാശം കാണാം. നിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി കാണാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ഈ കൈപൊക്കിയിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ, ഈ ഖുർആനിലെ ഈ സൂറത്ത് ഓതുമെന്ന് തീരുമാനിച്ച നിനക്ക് റബ്ബ് തരും മരിക്കുന്ന സമയത്ത്. അള്ളാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, മരിച്ചു കിടക്കുന്ന സമയത്ത് നിനക്ക് നിന്റെ മയ്യത്ത് കാണാൻ വരുന്നവരുണ്ടല്ലോ, നിന്റെ മയ്യത്ത് കാണാൻ വരുന്നവരുണ്ടല്ലോ, അവര് മുഴുവനും കൊതിക്കുകയാ, അവര് മുഴുവനും കൊതിക്കുകയാ. എന്തിനാ നിന്നെ പോലെ മരിക്കാറ്, നിന്നെ പോലെ ഒരു മരണം തരണേ അല്ലാ എന്നവർ പടച്ചറപ്പിനോട് ദുആ ചെയ്യുകയാ. അതുപോലെ മനോഹരമായ ഒരു മരണമാണ് പടച്ചറപ്പ് നിനക്ക് തരുന്നത്. ഈമാനുള്ള മരണമാ, ഈമാനുള്ള മരണമാ പടച്ചറപ്പേ. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് സഅദ് റളിയല്ലാഹു തആല അൻഹു. ആ സഅദ് മരിച്ചപ്പോഴാ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയത്, അല്ലാഹുവിന്റെ സിംഹാസനം കുലുങ്ങുകയാണ്. പടച്ചവരെ, സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന സ്വഹാബി ഷഹീദായപ്പോ, സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന സ്വഹാബി ഉണ്ടല്ലോ, അവിടുന്ന് മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാ. വാപ്പാ, നിന്നെ പോലെ 50 വർഷം മുസ്ലിമായി ജീവിച്ച സഹാബിയല്ല, 40 കൊല്ലം ജീവിച്ചവനല്ല, 30 കൊല്ലം ജീവിച്ചവനല്ല, 25 കൊല്ലം ജീവിച്ചവനല്ല, 20 വർഷം ജീവിച്ചവനല്ല, 15 വർഷം ജീവിച്ചവനല്ല, 10 വർഷം ജീവിച്ചവനല്ല. പടച്ചറപ്പേ, മുസ്ലിമായത് 30ാമത്തെ വയസ്സിലാ. 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി. പടച്ചവനെ, 36 38 പടച്ചവനെ 6 8 വർഷമേ ജീവിച്ചുള്ളൂ. പക്ഷേ ആ സ്വഹാബി മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാ. കാണാമെന്നവര് മുഴുവനും അത്ഭുതപ്പെടുകയാണ്. എന്തൊരു മരണമാണല്ലോ, എന്തൊരു മരണമാണല്ലോ. സഅദിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാണല്ലോ, എന്തൊരു ചിരിയാ അല്ലാ. മയ്യത്ത് കാണുന്നവര് മുഴുവനും കൊതിക്കുകയാ. അങ്ങനെയുള്ള ഒരു മരണമാണ് അല്ലാഹു കൊടുത്തത്. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അവിടുത്തെ ജനാസ കുളിപ്പിച്ചിട്ട് ചുമക്കുമ്പോ അല്ലാഹുവേ, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയുടെ ജനാസ അവിടുന്ന് കുളിപ്പിക്കുകയാണ്, അവിടുന്ന് കഫൻ പൊതിയുകയാണ്. പടച്ചവനെ, മയ്യത്ത് കട്ടിലിന്റെ മുകളിൽ എടുത്ത് വെച്ചിട്ട് ജനാസ ചുമന്നുകൊണ്ട് പോകുമ്പോ സഹാബികള് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, മയ്യത്തിന് ഭാരമില്ല നബിയേ,
പലരും പറയുമല്ലോ, ഉസ്താദേ ജനാസ ചുമന്നു കൊണ്ടുപോകുമ്പോ ഒരു വെയിറ്റുമില്ല ഉസ്താദേ, ഒരു ഭാരവുമില്ല ഉസ്താദേ. അതിന്റെ കാരണം എന്താണെന്ന് പഠിച്ചോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബികൾ പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് തള്ളവിരല് കുത്തിയിട്ട് നടക്കുകയാണ്. പ്രവാചകനതാ കാലിന്റെ തള്ളവിരല് കുത്തിയിട്ട് നടക്കുകയാ. സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തേ നബിയേ തള്ളവിരല് കുത്തിയിട്ട് നടക്കാറുള്ള കാരണമെന്താ? സഹാബത്തേ, 70,000 മലക്കുകൾ ഇറങ്ങി വന്നു സ്വഹാബ. 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. തിരക്കാണ്, കാലുകുത്താ സ്ഥലമില്ല, കാലുകുത്താ സ്ഥലമില്ല. സഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, മയ്യത്തിന് ഭാരമില്ല നബിയേ, ചുമക്കുന്നത് മലക്കുകളാ സഹാബ. കൈവക്കിയ വാപ്പാ, നിന്റെ ജനാസ ചുമക്കുന്നതാരാ? നിസ്കരിക്കാത്ത മോനല്ല, അല്ലാഹനെ നിറഞ്ഞു നടക്കുന്ന കുടുംബക്കാരനല്ല, പടച്ചറപ്പിന്റെ മലക്കുകളാ. മലക്കുകളാ ചുമന്നത്, മലക്കുകളാ ചുമന്നത്. അല്ലാഹുവേ, അതാ ഖബർ കുടിക്കുകയാണ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖബറടക്കുന്നതിന് വേണ്ടി ഖബർ കുടിക്കുമ്പോ വല്ലാത്ത ഒരു സുഗന്ധമാ. അങ്ങനെ ചിലരെ ഖബറടക്കാർ ഇവിടത്തെ പള്ളിയിൽ ഖബർ കുടിക്കുന്ന മനുഷ്യനെ അറിയുമെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കൂ, ആരെയെങ്കിലും ഖബറടക്കുന്നതിന് വേണ്ടി കുടിയെടുത്തപ്പോ വല്ല അനുഭവവും ഉണ്ടായിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരേ, നിന്നെ കുടിച്ചിടുന്നതിന് വേണ്ടി ഖബർ കുടിക്കുമ്പോ ഖബറിലെ മണ്ണിന് പോലും സുഗന്ധമാ. ഖബർ കുടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അതാ ഖബറിന്റെ പണിയങ്ങ് പൂർത്തിയായപ്പോ അവസാനം മണ്ണ് തുടച്ചെടുക്കുമല്ലോ. ഖബറിന്റെ അടിയിൽ നിന്ന് അവസാനത്തെ മണ്ണിങ്ങനെ തുടയ്ക്കുമല്ലോ. ആ മണ്ണിങ്ങനെ തുടച്ചെടുത്തിട്ട് ആരും കാണാതെ മടിയിൽ വെക്കുകയാ, ആരും കാണാതെ മടിയിൽ വെക്കുകയാ. അല്ലാഹുവേ, അവിടെ മയ്യത്ത് ഖബറടക്കി എല്ലാവരും പിരിഞ്ഞു പോയി. ഈ ഖബർ കുടിച്ച മനുഷ്യൻ തന്റെ വീട്ടിൽ ചെല്ലുമ്പോ ആ മണ്ണിനകത്ത് നിന്ന് വല്ലാത്ത സുഗന്ധമടിക്കുകയാ. മണ്ണിന് പോലും സുഗന്ധമാ, മണ്ണിന് പോലും സുഗന്ധമാ. ആ ഖബർ കുടിച്ച മനുഷ്യനുണ്ടല്ലോ, മഹാനായ സഅദ് തങ്ങളെ സ്വപ്നം കാണുകയാണ്. സഅദ് തങ്ങളെ സ്വപ്നം കാണുകയാ. അവിടെ നിന്ന് ചോദിക്കുന്നു, സഅദേ, വല്ലാത്ത മരണമായിരുന്നല്ലോ, മുഖത്ത് ചിരിയായിരുന്നല്ലോ, മുഖത്ത് പ്രകാശമായിരുന്നല്ലോ, അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയല്ലോ, മലക്കുകൾ ഇറങ്ങി വന്നല്ലോ, ജനാസ ചുമന്നല്ലോ, ഖബറിലെ മണ്ണിന് പോലെ സുഗന്ധമായിരുന്നല്ലോ. എങ്ങനെയാ സദാ ഈ പ്രതിഫലം കിട്ടിയതെങ്ങനെയാ? എന്ത് നന്മയാ ചെയ്തത്? ഖബർ കുടിച്ചു തന്നത് ഞാനല്ലേ? എനിക്കൊന്ന് പറഞ്ഞതാ സദാ. സഅദ് റളിയല്ലാഹു തആല അൻഹു ആ ഖബർ കുടിച്ച മനുഷ്യരോട് പറയുകയാ, എങ്ങനെ വേടിച്ചതെന്നറിയോ? അല്ലാഹു ഇത് തരാനുള്ള കാരണം എന്തെന്നറിയോ? ഞാനോദിയ പരിശുദ്ധമായ ഖുർആനിന്റെയും ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പിന്റെയും പ്രതിഫലമാ. ഇത് ചരിത്രമല്ലേ ബാപ്പാ, ഇത് ഹദീസ് പറഞ്ഞതല്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുമെന്ന് തീരുമാനിച്ച മനുഷ്യ, അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, പടച്ചവനേ
പരിശുദ്ധമായ ഖുർആൻ മഹാനായ ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഒരാൾ ഖുർആൻ ഓതുന്നത്, ഖുർആൻ നോക്കി ഓതുന്നത് ഇബ്ലീസിന് വലിയ പ്രയാസമുള്ള കാര്യമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവേ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, എന്റെ ഉമ്മത്ത് ചെയ്യുന്ന ഏറ്റവും നല്ല ഇബാദത്ത് എന്തെന്നറിയുമോ? തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പാരായണം ചെയ്യലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയെടുക്കൂ. അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിക്കൂ. മഹാനായ ഉവൈസ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ. മരണത്തിന്റെ വേളയിൽ കിടക്കുമ്പോ അതാ തന്റെ ജനങ്ങൾ ചോദിക്കുകയാ, ഉബൈദ് ബിൻ ഉമൈറിനോട് ചോദിക്കുന്നു, നിങ്ങളുടെ ആഗ്രഹമെന്താ? നിങ്ങളുടെ ആഗ്രഹമെന്താ? എനിക്ക് അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് മരിക്കണമെന്നാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമെന്ന് മഹത്തുക്കൾ പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകള് നിസാരമാക്കുന്നവര്, പരിഗണിക്കാത്തവര്, അവഗണിക്കുന്നവര്, നിന്റെ ദുനിയാവും ആഖിറവും അല്ലാഹു ഇടുക്കമാക്കി കളയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, പടച്ച റബ്ബ് നിനക്ക് തരുന്ന ആറാമത്തെ ശിക്ഷ എന്താ? നിന്റെ ദുനിയാവും ആഖിറവും അല്ലാഹു ഇടുക്കമാക്കുകയാ. ഏഴാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, പടച്ചവരേ, ഖുർആൻ ഓതുന്ന മനുഷ്യന് അല്ലാഹു ആ പരിശുദ്ധമായ ഖുർആനിനെ കേട്ടിട്ട് നിസാരമാക്കുന്നവരെ അല്ലാഹു പറയുകയാ, നീ പിശാചിന്റെ അനുയായിയാ, നീ ഇബ്ലീസിന്റെ കൂട്ടുകാരനാ. ഖുർആൻ കേട്ടിട്ട്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ പരിഗണിക്കാത്തവനെ നീ ഇബ്ലീസിന്റെ കൂട്ടുകാരനാ. അല്ലാഹു പറഞ്ഞതാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നീ ഇബ്ലീസിന്റെ ചങ്ങാതിയാണ്. ഖുർആൻ പറയുന്നുണ്ട്, അവിടെന്ന് പറയുന്നു, ഖാല ഫബിമാ അഗ്വൈതനി ലഅഖുദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം സുമ്മ ലആതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വമിൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്സറഹും ശാകിരീൻ. ഖുർആൻ പറയുകയാ, നീ ഇബ്ലീസിന്റെ ചങ്ങാതിയാടാ. അല്ലാഹുവിന്റെ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് നിസാരമാക്കിയവനെ നീ ഇബ്ലീസിന്റെ കൂട്ടുകാരനാ. അതുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആരാണോ ഖുർആൻ ഓതുന്നത്, ആരാണോ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നത്, അവന്റെ ഹൃദയത്തിൽ ഇബ്ലീസ് കടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. പരിശുദ്ധമായ ഖുർആൻ ആരാണോ പാരായണം ചെയ്യുന്നത്, അവന്റെ ഹൃദയത്തിൽ ഇബ്ലീസ് കേറൂല. ഇബ്ലീസിന്റെ ഒരു പണിയും അവന്റെ ശരീരത്ത് നടക്കൂല. അല്ലാഹു അവന് സംരക്ഷണം കൊടുക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഉറക്കെ നബിയിനാ റസൂലുള്ളാഹി. ഖുർആൻ ഓതിയ ആര് വരൂല? ഉറക്കപ്പറ, ആര് വരൂല? ഇബ്ലീസ് കേറില്ല. തെളിവ് വേണോ? ഖുർആൻ ഓതുന്നവന്റെ തെളിവ് വേണ്ട, ഒരായത്തോതിയ തെളിവ് ഞാൻ പറയാം. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. ആരാ? കൊച്ചാപ്പാടെ പേരല്ല ഞാൻ പറഞ്ഞത്. ആരുടെ പേരാ പറഞ്ഞേ? മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. അബൂ ഹുറൈറ തങ്ങൾ, ചിലര് പറയും, ഉസ്താദെ വീട്ടിൽ ശൈത്താനുണ്ട്. വലിയ ശർറാ ഉസ്താദെ, എന്തോ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളുണ്ട്, വലിയ ബുദ്ധിമുട്ടാ. അള്ളാഹു ആ ഉപദ്രവങ്ങളൊക്കെ മാറ്റിത്തരുമാറാകട്ടെ. അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ.
പൈസ ചെലവില്ലാതെ ഇറക്കി വിടാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ? വീട്ടിൽ കൂടിയിരിക്കുന്ന ഇബിലീസിനെ ഇറക്കി വിടാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ? വേണോ വേണ്ടേ? വീട്ടിൽ ഉള്ളതിനെ പിന്നെ ഇറക്കാം, ആദ്യം ശരീരത്തിലുള്ളതിനെ ഇറക്ക്. വീട്ടിലുള്ള ശൈത്താനെ നമുക്ക് പിന്നെ ഇറക്കി വിടാം, ആദ്യം നമ്മുടെ ശരീരത്ത് കൂടിയിരിക്കുന്ന ശൈത്താനെ ഇറക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇബിലീസിനെ ഇറക്കി വിടാനുള്ള ഒരു വഴി പറയാന്ന് പറഞ്ഞപ്പോ ചിലര് പറയാ, ഉസ്താദെ എങ്ങനെ അവനെ ഇറക്കി വിടാ, ഞങ്ങൾ തമ്മിൽ അത്ര കൂട്ടുകാരല്ലേ? അല്ല പറഞ്ഞെന്താ? ഇങ്ങോട്ട് നോക്ക്, അല്ല എന്താ പറഞ്ഞേ? ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അവഗണിക്കുന്നവൻ ഇബിലീസിന്റെ കൂട്ടുകാരനാണെന്ന്. ഞാൻ പറഞ്ഞു ഇബിലീസിനെ ഇറക്കി വിടാനുള്ള ഒരു വഴി പറഞ്ഞു തരാൻ കേറിയിരിക്കാൻ പറഞ്ഞപ്പോ കുറെ പേര് പോയി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇബിലീസിനെ ഇറക്കി വിടണോ? നിങ്ങൾ പറ, ഇറക്കി വിടണോ? ശൈത്താനെ ഇറക്കി വിടാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറയാം. ഇറക്കി വിടണോ? കൂടോത്രം ഒന്നും ചെയ്യണ്ട കേട്ടാ, പേടിക്കണ്ട. പൈസ ഒന്നും വേണ്ട, ആരും പൈസ ഒന്നും തരണ്ട. പൈസ ഒന്നും ഇല്ലാതെ നമുക്ക് ഇറക്കി വിടാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾ പറ, ഇറക്കി വിടണോ വേണ്ടേ? വേണോ? അതെങ്ങനെയാ ഉസ്താദെ ഇറക്കി വിടാൻ? ഞങ്ങൾ അത്ര ചങ്കല്ലേ, ഞങ്ങൾ അത്രയും ബന്ധമുള്ളവരല്ലേ, അല്ലേ? അതല്ലേ ഒരു മടി. പറ, ഇറക്കി വിടണോ? ഉറക്കെ പറ, വേണോ വേണ്ടേ? ഇപ്പൊ നീ വേണോന്ന് പറഞ്ഞ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇനി പറ, ഇറക്കി വിടണോ വേണ്ടേ? കൈ പൊക്കിക്ക്. അരക്കയ്യന്മാരെയൊന്നും അവിടെ കയറ്റത്തില്ല, പൊക്ക്. പൊങ്ങട്ടെ, കഷം കാണണം, പൊങ്ങട്ടെ. ബക്കറ്റ് ഇടോ, ബക്കറ്റ് ഇട്. ആ പൊക്കിയ കൈ പോക്കറ്റ് ഇട്. ഇപ്പൊ അറിയാം. 1 രൂപ സദക്ക കൊടുക്കണമെങ്കിൽ 70 ശൈത്താന്മാരെ കയ്യെ പിടിച്ചിട്ട് പറയും കൊടുക്കരുതെന്ന്. 70 പേര് കയ്യെ പിടിക്കും 1 രൂപ കൊടുക്കണമെങ്കിൽ. നീ ഇപ്പൊ 700 എണ്ണത്തിനെ കൊല്ലണം. 700 ശൈത്താന്മാരെ കൊന്നിട്ട് വേണം ബക്കറ്റ് പൈസ ഇടാൻ. എന്താ ഒരു പൈസ എടുത്തപ്പോ ഞാൻ എടുത്തില്ല, എന്തേലില്ലപ്പോ ഒരു പൈസ, ഒരു ബർക്കത്തിന് താപ്പ ഞങ്ങളുടെ ബിസ്മില്ലാ അൽഹംദുലില്ലാ. അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തി, നീയും കൂടെ ഇല്ലയോ? അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇബിലീസ് എന്ത് പറയും? കൊറോണ വരുന്ന 3ാം തരംഗവ, കടയൊക്കെ അടയ്ക്കണം, ലോക്ക്ഡൌൺ വരും, പടച്ചവന് പ്രയാസം കൊടുക്കല്ലേ? അവനെ തിരിച്ചു പഠിപ്പിച്ചുകൂട്. ഇപ്പൊ അവനെ പരാജയപ്പെടുത്തിയ ദാഹമൗത്തത് കുട്ടിടും ഇബിലീസു കൂസിനെ കാട്ടിടും നേരല്ലീനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണറബ്ബന. ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടാം. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. മഹാനായ നബിയുനാ റസൂൽ. അല്ല, നിങ്ങളാ പോന്നെ? ബക്കറ്റ് കൊണ്ടുപോകുന്ന നീയാ? ആരാ ബക്കറ്റ് എടുക്കണ? ആരാ? ആണുങ്ങളുടെ കൂടെ നിങ്ങളാ? ആരെടുക്കണ ആള്? അയ്യൂബെ, നിനക്ക് വീട് വെക്കാനല്ല കേട്ടാ. സമാധാനത്തോടെ എല്ലാവരുടെ മുന്നിൽ നിന്ന് മേടിച്ചിട്ട് പോയാൽ മതി, ഒരു നാണവും കാണിക്കണ്ട. നിനക്ക് സ്വർഗം കിട്ടാൻ ഇതേ വഴിയുള്ളൂ. നിക്ക് 2 മിനിറ്റ് നിക്ക്. ഇട് വാപ്പ, നീ എന്ത് ഇരിക്കണേ? വാപ്പ ശൈത്താനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക, നീ മേടിച്ചിട്ട് പോയാൽ മതി. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. മിക്കതാതിങ്ങി വന്ന് ഹാദിയാരുടെ മോന് ഡേറ്റ് വെക്കാൻ വേണ്ടി രാവും പകലും വിളിയ, എന്നിട്ട് നിൽക്കുന്നു. വാ ഇങ്ങോട്ട് വാ, കയറി വിടിരി. വലിയ കാറ്ററിങ്ങിന്റെ മോലാലിയ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. ഇവിടെ മഹമ്മൂദിച്ച വളരെ ബുദ്ധിമുട്ടില്ല, പ്രയാസമാ. അള്ളാഹു ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ശിഫ കൊടുക്കുമാറാകട്ടെ. അല്ലെങ്കിൽ വയലിനൊക്കെ ഓടി വരുന്ന ആളാ, അവിടെ ഇരിക്കും. നീ അവിടെ പോയി നിൽക്കണ്ട, ചായയും കാപ്പിയും കുടിക്കേണ്ടവർ കുടിക്കും. നീ നിന്റെ കാര്യം നോക്ക്. കാറ്ററിംഗ് ഒക്കെ നല്ലപോലെ പോകുന്നുണ്ടോ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്താ എല്ലായിടത്തും ബക്കറ്റ് 2 സ്ഥലത്തും വിട്ടോ. പെണ്ണുങ്ങൾ സ്വർണ്ണമായി ഇടുന്നത്, പൈസ ഒന്നുമില്ല, പോയിട്ടോ. ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു ജോലി കൊടുത്തു. കുറച്ച് ഗനീമത്ത് സ്വത്തുണ്ടായിരുന്നു, കാവല് നിൽക്കാൻ പറഞ്ഞു. അന്ന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അബൂ ഹുറൈറ തങ്ങൾക്ക്. അബൂ ഹുറൈറ തങ്ങൾ രാത്രി ഇങ്ങനെ ഉറക്കമൊക്കെ തൂങ്ങി പാപം ഇങ്ങനെ കാവലിരിക്കുക. ഇങ്ങനെ കാവലിരിക്കുമ്പോ ഒരാളിങ്ങനെ ചാക്കിനകത്ത് വാരി നിറയ്ക്കുക. തലയിൽ തുണിയിട്ടിട്ടുണ്ട്, വാരി നിറയ്ക്കുന്നു, മോട്ടിക്കുന്നു. അപ്പൊ അബൂ ഹുറൈറ തങ്ങൾ ചെന്നിട്ട് ക്ലിപ്പിട്ട് അങ്ങ് പൊക്കി. കള്ളനെ പിടിച്ചു, വാടാ. കള്ളനെ അടിച്ചു മാറ്റുന്നില്ലേ? നിന്നെ ഞാൻ കൊണ്ടുപോകും മുത്തി നബിയുടെ മുന്നിൽ, വാടാ. എന്റെ പൊന്നാര അബൂ ഹുറൈറ, എന്നെ കൊണ്ടുപോകരുത്, എന്നെ നീ പിടിച്ചുകൊണ്ട് പോകരുത്. കാരണം എന്റെ മക്കളും കുടുംബവും പട്ടിണിയ, ദാരിദ്ര്യമാ, ഗതിയില്ലാത്തത് കൊണ്ട് വന്നതാ. എന്നെ വെറുതെ വിടണം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വെറുതെ വിട്ടു. പോട്ടെ.
രണ്ടാമത്തെ ദിവസം നോക്കുമ്പോൾ ഇതേ ചങ്ങാതി വീണ്ടും മോട്ടിക്കാൻ വന്നു, അന്നും പിടിച്ചു. അപ്പൊ പറഞ്ഞു, പെണ്ണും പിള്ളയും മക്കളും വിശന്ന് കരയുകയാ, നിലവിളി കേട്ടിട്ട് വന്നതാ, എന്നെ വിട്ടേരെ, ഇനി മേലാ ചെയ്തേക്കരുത്. ഇല്ല പോയി. രണ്ടാമതും പറഞ്ഞു വിട്ടു. അബ്രാരി ഇവിടെ ഇരിക്കടോ, വാ സ്റ്റേജിൽ കയറി. അൽ ഉലമാ വറസത്തുൽ അംബിയ, അള്ളാഹു ആദരിക്കാൻ പറഞ്ഞു. അള്ളാഹു തന്ന സ്ഥാനങ്ങൾ ഒന്ന് പൊക്കറോ. അള്ളാഹ് വലിയ മഹാൻ കൂടെ ഉണ്ടല്ലോ, ഗഫൂറിച്ച പൊക്കിച്ച സ്റ്റേജിൽ കയറ്റിയിരുത്ത്. ഇങ്ങോട്ട് നോക്ക്. രണ്ടാമത്തെ ദിവസവും പറഞ്ഞു വിട്ടോ. മൂന്നാമത്തെ ദിവസവും വന്നു, അന്നും പിടിച്ചു. ഇനി നിന്നെ ഞാൻ വിടത്തില്ലടാ, 2 വട്ടം നിന്നെ വെറുതെ വിട്ടതാടാ, ഇന്ന് നിന്നെ ഞാൻ കൊണ്ടുപോകും നബിയുടെ മുന്നിൽ. അപ്പൊ പറഞ്ഞു, അള്ളാഹുവേ, ഇനി അബൂ ഹുറൈറ തങ്ങളോട് എന്തു പറഞ്ഞാലും രക്ഷപ്പെടത്തില്ല എന്ന് ഈ ചങ്ങാതിക്ക് മനസ്സിലായി. ഈ ചങ്ങാതി പറഞ്ഞു, ഞാൻ നിനക്കൊരു ഇൽമു പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഓതിയ ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് നീ രക്ഷപ്പെടും, എനിക്കറിയാം, ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ചോദിച്ചു, എന്താണ്? പറഞ്ഞു കൊടുത്തു, വെറുതെ വിട്ടു. പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ പോയി. രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു, അബൂ ഹുറൈറ ഇവിടെ വാ. കള്ളനെ വെറുതെ വിട്ട് കളഞ്ഞില്ലേ? കള്ളനെ വെറുതെ വിട്ടില്ലേ? നബിയെ, ആദ്യത്തെ 2 ദിവസം ഓന്റെ കരച്ചിലും വിളിയൊക്കെ കേട്ടപ്പോ സങ്കടം തോന്നിയിട്ട് വിട്ടതാ. മൂന്നാമത്തെ ദിവസം ഞാൻ കൊണ്ടുവരാൻ ഉറപ്പിച്ചതാ നബിയെ. പക്ഷെ എന്ത് ചെയ്യാനാ, അവൻ എനിക്കൊരു നന്മ പഠിപ്പിച്ചു തന്നു. എന്താ നന്മ? ശൈത്താനിനെ ഓടിക്കാനുള്ള ഒരു ആയത്ത് പറഞ്ഞു തന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മുത്തുനബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഓൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവൻ കള്ളനാ എന്നാ പറഞ്ഞത് സത്യമാ. എന്താ പറഞ്ഞെന്നറിയോ? ആയത്തുൽ കുർസി. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ആയത്തുൽ കുർസി ഏത് വീടിനകത്താണോ ഇന്ന് നിങ്ങൾ ഇവിടെ നിന്ന് വഴുത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ആയത്തുൽ കുർസി ഓതിയ ഇബ്ലീസ് വീട്ടിൽ ഇരിപ്പുണ്ട് ഇപ്പൊ തന്നെ. ഇബ്ലീസ്, ഞാൻ നിങ്ങളുടെ ഭാര്യമാരെയൊന്നും അല്ല ഉദ്ദേശിച്ചട്ടെ, ഞാൻ അങ്ങനെ വിചാരിക്കരുത്. ശരിയാ ഉസ്താദ്, ഓൾ അവിടെ ഇരിപ്പുണ്ട് ടിവിയും കണ്ടോണ്ട്. പെണ്ണുങ്ങൾ പറയും, ആ ശൈത്ത അവിടെ തന്നെ ഉണ്ട് ഉസ്താദ്, വീട്ടിനകത്ത് ഇരിപ്പുണ്ട്. പടച്ചവൻ അയാളല്ല കേട്ടാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ആ ഇബ്ലീസിനെ ഇറക്കി കൊടുക്കുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്ക്. അപ്പൊ പറയാ, ഇന്ന് നിങ്ങൾ വീടിനകത്ത് പോയിട്ട് ഈ ആയത്തിൽ കുർസി അങ്ങോട്ട് ഓതുമ്പോ ശൈത്താൻ നേരെ വീടിന്റെ മുകളിൽ കയറും. എന്നിട്ട് പറയും, മക്കളെ, ഇന്ന് ഇവിടെ കിടന്നുറങ്ങാൻ പറ്റൂല, വേറെ വീട്ടിൽ നോക്കാം. ഇന്ന് ഈ വീടിനകത്ത് കിടന്നുറങ്ങാൻ പറ്റൂല, വേറെ വീട് വല്ലോ ഈ പള്ളിക്കരയിലുണ്ടോ എന്ന് നോക്കാം, വാ എഴുന്നേക്ക്. അങ്ങനെ മക്കളെല്ലാവരും കൂടെ വീടിന്റെ മുകളിൽ കയറി പോകാൻ തയ്യാറാകുമ്പോ വാപ്പച്ചി പറയും, ഒന്ന് നിക്ക്, ഭക്ഷണം വല്ലതും കിട്ടുമോ എന്ന് നോക്കാം. എന്തായാലും ഇന്ന് വേറെ വീട്ടിലാ ഉറങ്ങാൻ പോകേണ്ടത്, പട്ടിണി കിടക്കണോ ഭക്ഷണം കിട്ടുമോ എന്ന് നോക്കാം. ബിസ്മി പറയാതെ നിങ്ങൾ ഭക്ഷണം കഴിച്ചാ ശൈത്താൻ പറയും, വാ മക്കളെ, ഇന്ന് കാന ഉണ്ട്, വാ കഴിച്ച കൂടെ ഇരുന്ന് തിന്നാൻ പറയും, വിളിക്കും. ബിസ്മി പറഞ്ഞ ശൈത്താൻ പറയും, ഇന്ന് കാനായുമില്ല, ഒന്നുമില്ല, വേറെ വീട് നോക്കിക്കൊള്ളാൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഏതായത്തോതണം? ഒന്ന് ഓദിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അദീം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മുത്തുനബി അബൂ ഹുറൈറ തങ്ങളോട് ചോദിച്ചു, ഇതാരാ പറഞ്ഞു തന്നെന്നറിയോ? എനിക്കറിയില്ല നബിയെ, അത് ഇബ്ലീസ് ആയിരുന്നു എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, പറഞ്ഞു തന്നത് ആരായിരുന്നു? ഇബ്ലീസ് ആയിരുന്നു. അപ്പൊ ഓനെ പൂട്ടാനുള്ള പൂട്ട് ഓൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹു നമുക്ക് അവനെ പൂട്ടാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്ത് ചെയ്യുക? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ ആര് കയറൂല? അതുകൊണ്ടാ ശൈത്താനെ ഇളക്കാൻ വരുന്ന ഉസ്താദന്മാര് മൊത്തം ഖുർആൻ ഓതണം, ഇല്ലേ ഉസ്താദ്? ശൈത്താനെ ഇളക്കാൻ വരത്തില്ലേ? ശൈത്താനെ ഇളക്കാൻ വരുന്ന ഉസ്താദ് എന്താ ഓതണേ? ഖുർആനാ ഓതണേ. അപ്പൊ ഖുർആൻ ഓതിയാലേ ഓൻ ഇളവത്തുള്ളൂ, മനസ്സിലാക്കിക്കോ.
അപ്പൊ അതുകൊണ്ട് നീ ഓത്, നീ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ ഒരു മാസത്തിലെങ്കിലും വീട്ടിൽ ഓതിയിരിക്കണം. സൂറത്തുൽ ബഖറ ഒരു മാസത്തിലെങ്കിലും നിന്റെ വീട്ടിൽ ഓതിയിരിക്കണം. ആ വീട്ടിൽ ഇബ്ലീസ് വരില്ല, അവന്റെ ശർറ് ഉണ്ടാകില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ ഓതുന്നവന്റെ ഹൃദയത്തിൽ ഇബ്ലീസ് വരില്ല. ഇബ്ലീസിന് ഇഷ്ടം തന്നെയല്ല ഖുർആൻ ഓതുന്നത്, സങ്കടമാവന്. ഒരാൾ ഖുർആൻ ഓതുന്നത് കാണുമ്പോൾ തന്നെ അവന് സങ്കടം, അത്രയും വേദനയാണ്. അതുകൊണ്ട് നമ്മൾ അവനെ വേദനിപ്പിക്കണം. അള്ളാഹു പറയുകയാ, എന്റെ വിശുദ്ധമായ കലാം കേട്ടിട്ട് എന്റെ ഖുർആനിനെ അവഗണിക്കുന്നവൻ അവൻ ആരാ? അവൻ ഇബ്ലീസിന്റെ കൂട്ടാളിയാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമുക്കവന് എതിരു പ്രവർത്തിക്കുന്നവനാകണം. നമ്മൾ എല്ലാ ദിവസവും ഒരു ഖത്തം ഓതണമെന്ന് ഞാൻ പറയണില്ല, ഒരു പേജെങ്കിലും ഓതുവാപ്പ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു പേജെങ്കിലും ഒരു ദിവസം നീ ഓത്, ഒരു സൂറത്തെങ്കിലും ഓത്, ഒന്ന് കൈകൊണ്ടെങ്കിലും നീ അള്ളാഹുടെ ഖുർആൻ തൊട്. അതൊരു ബറക്കത്തല്ലേ? പരിശുദ്ധമായ ഖുർആൻ നിന്റെ കൈ കൊണ്ടെടുക്കാൻ നിനക്ക് എത്ര മടിയെന്താ? മഹാനായ യഹ്യ ഇബ്നു മുആദ് തങ്ങൾ മരിക്കാൻ കിടക്കുകയാ. സഖറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ കുടുംബക്കാര് മുഴുവനും അടുത്തു വന്ന് നിന്ന് കരയുകയാ. കുടുംബക്കാര് മുഴുവനും അടുത്തു വന്ന് നിന്ന് കരയുകയാ. മഹാനവറുകൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയണേ? ഞാൻ മരിക്കാൻ കിടക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ കരയുകയാണോ? മഹാനവറുകൾ പറഞ്ഞത് എന്തെന്നറിയുവോ? ആ റൂമിന്റെ മൂലയിലേക്ക് നോക്ക്. ഞാൻ കിടക്കുന്ന ഈ റൂമിന്റെ മൂലയിൽ ഇരുന്നിട്ടാ 8000 പ്രാവശ്യം ഞാൻ അള്ളാഹുവിന്റെ ഖുർആൻ ഓതിയത്. 8000 പ്രാവശ്യം ഞാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയത് ഈ റൂമിന്റെ മൂലയിലിരുന്നിട്ടാ. എന്തിനാ നിങ്ങൾ എന്നെ കുറിച്ച് ഓർക്കുന്നത്? എന്തിനാണ് നിങ്ങൾ എന്നെ കുറിച്ച് ഓർക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരേ, അതുകൊണ്ട് പടച്ചവനെ നമ്മൾ ഖുർആനിലേക്ക് മടങ്ങിക്കോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പടച്ചവനെ ഉസ്താദന്മാരിങ്ങനെ ഊതുമല്ലോ. പടച്ചവനെ യൂട്യൂബിൽ കയറിയിട്ട് പടച്ചവനെ ഖിറാഅത്തെടുത്ത് നോക്കുമ്പോ നിസ്കരിക്കുന്ന സമയത്ത് പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് കടന്നു പോകുമ്പോ ആ പടച്ചവനെ സുദൈസി ഉൾപ്പെടെ അവിടുത്തെ ഇമാമുമാരുണ്ടല്ലോ, പടച്ചവനെ നമസ്കരിക്കുന്ന സമയത്ത് ഖുർആൻ ഓതുമ്പോ വല്ലാതെ കരയുകയാ. പടച്ചവനെ റമളാനിന്റെ തറാവീഹ് നിസ്കാരമുണ്ടല്ലോ, ആ നിസ്കാരത്തിലൊക്കെ പടച്ചവനെ തേങ്ങുന്ന തേങ്ങലുകൾ കേൾക്കാ. പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ടവര് കരയുന്ന കരച്ചലാണ്. അല്ലാഹുവിന്റെ അദാബുകളെ കുറിച്ച് പറയുമ്പോ, മരണത്തെ കുറിച്ച് പറയുമ്പോ പേടിക്കണമടാ ചെറുപ്പക്കാരാ. കല്ലാ ഇദാ ബലഗത്തി ത്വറാഖിയ വകീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകളെ റൂഹ് പിടിക്കുന്ന മനുഷ്യനോട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന രംഗത്തെ കുറിച്ച് ഖുർആൻ പറയുകയാ. പടച്ചവനെ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, മരണത്തിന് വേദനയുണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹ അന്നാസു വൽ ഹിജാറാ. നരകത്തിലെ മനുഷ്യരെയും കല്ലുകളെയുമാണ് ഇട്ട് കത്തിക്കുന്നെന്ന് ഖുർആൻ അവിടെന്ന് പറയുകയാ. ഇങ്ങനെ ഭയാനകമായ അല്ലാഹുവിന്റെ ശിക്ഷകളെ കുറിച്ച് പറയുന്ന ആയത്തുകൾ നിന്റെ ചെവിക്കൊണ്ട് കേൾക്കുമ്പോ എന്തേ നിനക്ക് ഈമാനില്ലാത്തത്? ഈ താടി മാത്രമല്ല, തഴമ്പ് മാത്രമല്ല, ഇട്ടിരിക്കുന്ന വസ്ത്രം മാത്രമല്ല. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ.
ഖുർആൻ പറയുകയാ, അല്ലാഹു പറയുകയാ, പടച്ച റബ്ബിനെ കുറിച്ച് പറയപ്പെട്ട് കഴിഞ്ഞാൽ പേടിയാവുപ്പാ, കൈകാല് വിറയ്ക്കുകയാണുപ്പാ. പടച്ച റബ്ബിലേക്ക് അവർ പേടിച്ച് വിറച്ചുകൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് അവർ പശ്ചാത്തപിച്ചുകൊണ്ട് പടച്ച റബ്ബിലേക്ക് തവക്കൽ ചെയ്തുകൊണ്ട് മടങ്ങുമെന്ന് ഖുർആൻ പറയുമ്പോ നമ്മളും അങ്ങനെയാകണം. എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ല. തൗബ ചെയ്യാ സമയം കിട്ടണമെന്നില്ല, പൊരുത്തം ചോദിക്കാ സമയം കിട്ടണമെന്നില്ല. പടച്ചവനെ, ക്യാൻസർ വന്നവര് മാത്രമല്ല മരിക്കുന്നത്, ട്യൂമർ വന്നവര് മാത്രമല്ല മരിക്കുന്നത്, കിഡ്നി തകർന്നവര് മാത്രമല്ല മരിക്കുന്നത്. തുഅമ്മിലു ഫിദ്ദുനിയാ തവീലൻ വലാ തദ്രീ ഇലാ ജന്ന ലൈലുൻ ഹൽ തഈസു ഇലൽ ഫജ്രി وكم من صحيح مات من غير علة وكم من مريض عاش دهرا على دهري. പടച്ചവനെ, ഒരു രോഗവുമില്ലാത്തവർ പെട്ടെന്ന് വീണ് മരിച്ചു പോവുകയാണ്. പടച്ചവനെ, വാപ്പായിക്ക് അറ്റാക്ക് വന്നിട്ട് അതാ പ്രിയപ്പെട്ട പിതാവുമായി പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട പിതാവ് വീടിനകത്തുനിന്ന് കുഴഞ്ഞു വീണു. വാപ്പാനെ പൊക്കിയെടുത്തുകൊണ്ട് മകനാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അല്ലാ, ഡോക്ടർ പറയുകയാ, പടച്ചവനെ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റൂ. എന്നാൽ 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് വാപ്പാനെ കൊണ്ടുപോയ മകനുണ്ടല്ലോ പള്ളിപ്പറമ്പിലേക്ക് പോകുകയാ. മരണമിതാ വാപ്പാ. എത്രയോ പേര് കൊറോണ വന്ന് മരിച്ചുപോയല്ലോ. ചിന്തിക്കാത്തത് പടച്ചവനെ, എന്റെ നാട്ടുകാരനാണ്. അല്ലാ, 36 വയസ്സുണ്ട്. പടച്ചവനെ, കൊറോണ കൂടിയിട്ട് ലെൻസിൽ മുഴുവനും പടച്ചവനെ ബാധിച്ചു. അതാ കൊല്ലതാ ഞങ്ങളുടെ നാട്ടിൽ ഹോസ്പിറ്റലിന്റെ ഐസിയുവിനകത്ത് കിടക്കുമ്പോ ഡോക്ടർമാര് പറഞ്ഞു എല്ലാം പോയി കഴിഞ്ഞു, എപ്പോ വേണമെങ്കിലും മരണം സംഭവിക്കാം. അല്ലാഹുവേ, ഒരു ഉസ്താദാണ്, 2 മക്കളാണുള്ളത്. പടച്ചവനെ, ഐസിയുവിനകത്ത് കിടന്ന് കരയുകയാ, ഹോസ്പിറ്റലിനകത്ത് കിടന്ന് കരയുകയാണ്. വല്ലാതെ തേങ്ങുന്നുണ്ട്, വല്ലാതെ തേങ്ങുന്നുണ്ട്. ഈ മനുഷ്യന്റെ കരച്ചിൽ കണ്ടിട്ട് ഒരാൾക്ക് പോലും അടുത്തു പോകാൻ പറ്റുന്നില്ല. അവസാനം അമുസ്ലിമായ ഡോക്ടർ ഉണ്ടല്ലോ, അടുത്തു വന്ന് നിന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ, ആ മനുഷ്യൻ വിചാരിച്ചു മരിക്കാൻ പേടിച്ചിട്ട് കരയുകയാ, മരണം അടുത്തതോർത്തിട്ട് സങ്കടം കൊണ്ട് കരയുകയാണെന്ന് കരുതി. അമുസ്ലിമായ ഡോക്ടർ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, എല്ലാം ദൈവത്തിന്റെ വിധിയാ, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മുഴുവനും ഞങ്ങൾ ചെയ്തു, ഇനി ദൈവത്തിന്റെ കയ്യിലാണെന്ന് പറയുമ്പോ ഇൽമു പഠിച്ച ഉസ്താദ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ മരിക്കാൻ പേടിച്ചിട്ട് കരയുകയല്ല, ഞാൻ മരിക്കാൻ പേടിച്ചിട്ട് കരയുകയല്ല. എന്തായാലും ഒരു ദിവസം മരിക്കും, റബ്ബ് തീരുമാനിച്ചതുപോലെയല്ലേ നടക്കൂ. എന്തായാലും മരിക്കേണ്ട സമയത്ത് മരിക്കും. എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ റബ്ബന്റെ സമയം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കരയുന്നത് എന്തിനെന്നറിയോ? പിന്നെ ഞാൻ കരയുന്നത് എന്തിനെന്നറിയോ? ഒന്നും ജീവിതത്തിൽ ചെയ്തു വെച്ചിട്ടില്ലല്ലോ. 36 വയസ്സല്ലേ ആയുള്ളൂ. അള്ളാഹുടെ മുന്നിൽ പോകുമ്പോ എന്റെ കയ്യിൽ കൊണ്ടുപോകാനൊന്നുമില്ലല്ലോ. 50 വയസ്സുള്ള വാപ്പാ, നിനക്കിന്ന് വരെ ഇങ്ങനെ തോന്നിയിട്ടില്ല. 50 വയസ്സുള്ള നിനക്കിന്ന് വരെ തോന്നിയിട്ടുണ്ടോ? ഇന്ന് രാത്രി നീ മരിച്ച, ഇന്ന് രാത്രി നീ മരിച്ച രക്ഷപ്പെടാൻ നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഒരു സുബ്ഹാനല്ലാഹ് ഉണ്ടോ? ഒരു റക്അത്ത് നിസ്കാരമുണ്ടോ? നീ കൊടുത്ത 1 രൂപയുടെ സദഖയുണ്ടോ? ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചെയ്തിട്ടുണ്ട്. നീ വിചാരിക്കുന്നു ഒരുപാട് അമല് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന്. റസൂലുള്ളാഹി തങ്ങളെ സഹാബത്തിനോട് പറയുമായിരുന്നു, സഹാബ, ചെയ്തു വെച്ചിരിക്കുന്ന അമലിന്റെ വലുപ്പം കണ്ട് ഒരുത്തനും നെളിയണ്ട. റസൂലുള്ളാഹി തങ്ങൾ ചിരിക്കുന്ന സ്വഹാബത്തിനോട് പറയുകയാ,
ചെയ്തു വെച്ചിരിക്കുന്ന സൽക്കർമ്മത്തിന്റെ വലുപ്പം കണ്ടിട്ട് ഒരുത്തനും നെളിയണ്ട. അത് സ്വീകരിച്ചോ എന്ന് ഉറപ്പിക്കാൻ സമയം വരട്ടെ. എടാ, നീ 50 കൊല്ലം നിസ്കരിച്ചില്ലേ ഉപ്പ, ഒരു വക്കത്ത് സ്വീകരിച്ചെന്ന് പറയാൻ ചങ്കൂറ്റം നിനക്കുണ്ടോ? നീ ഒരുപാട് സദഖ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ഖുർആൻ ഓതിയിട്ടുണ്ട്, ഇതൊക്കെ റബ്ബിന്റെ മുന്നിൽ സ്വീകരിച്ചോ? ആരെങ്കിലും പള്ളിക്കകത്തിരുന്ന് സംസാരിച്ചാൽ, അള്ളാഹുവിന്റെ പള്ളിക്കകത്തിരുന്ന് സംസാരിച്ച എത്ര വർഷത്തെ അമലാ നഷ്ടപ്പെട്ടു പോകുന്നത്? ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും നിന്റെ ജീവിതത്തിലുണ്ടോ? അതുകൊണ്ട് സഹോദരാ, വാഴ്ത കേട്ട് കളയലല്ല, ഒന്ന് ചിന്തിക്കാ സമയമായി. കണ്ണുകൊണ്ട് കണ്ടിട്ട് നീ പഠിക്കുന്നില്ലല്ലോ. അള്ളാഹു നിന്റെ കണ്ണിന്റെ മുന്നിൽ പലതും കാണിച്ചു തരുന്നു. ചിരിച്ചു കളിച്ച് നടന്നവന് പടച്ചവനെ മരിച്ചെന്ന വാർത്ത കേൾക്കുമ്പോ ഞെട്ടിയിട്ട് കാര്യമില്ല. ജീവിതത്തിൽ മാറ്റം വരുത്തുവാപ്പാ. മുടി നരച്ചിട്ട് നിനക്ക് നന്നാകാൻ പറ്റുന്നില്ലേ? മുടി നരച്ചിട്ട് നിനക്ക് നന്നാകാൻ പറ്റുന്നില്ലേ? നിന്നെ ഇനി ആര് നന്നാക്കാനാ? ഇനി ഏത് കാലത്ത് നന്നാകാനാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഖുർആനിനെ അവഗണിക്കരുത്, ഖുർആനിനെ നിസ്സാരമായി കാണരുത്. അതിനെ നിസ്സാരമായി കണ്ടാ അല്ലാഹു തരുന്ന 7 ശിക്ഷയാണ് ഞാൻ എണ്ണി പറഞ്ഞത്. പടച്ചവനെ, ഇന്ന് നിങ്ങളൊരു ഇൽമു പഠിച്ചോ, ഇന്ന് നിങ്ങളൊരു ഇൽമു പഠിച്ചോ, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിച്ചില്ലെങ്കിൽ ഹസ്റ ദുനിയാ വൽ ആഖിറ, ദുനിയാവും ആഖിറവും നഷ്ടമാണ്. റബ്ബേ, ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.